നമ്മളും ഇപ്പൊ മൂവി പെട്ടെന്ന് കാണുമ്പോ അതിന്റെ എക്സാക്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഈ കാരണം നേരത്തെ പറഞ്ഞാൽ 6 കൊല്ലം നടക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് കണക്ഷൻ പെട്ടെന്ന് അതിലോട്ടാ പോണത്. അപ്പൊ ഞാനും വിചാരിച്ചത് ഇത് നിങ്ങളോട് സംസാരിക്കുന്നവരെ ആ ഒരു മൂവി ബേസ് ചെയ്തിട്ട് വന്നതാണ്. അതിനപ്പുറം ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ ഇതിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇങ്ങനെ സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ഈ അജാസ് എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു സീരിയസ് റോൾ ഫുൾ ഓഫ് ചെയ്യണല്ലോ, അപ്പൊ അജാസിനെ എന്തുകൊണ്ട് ചൂസ് ചെയ്തു? അവന്റെ ലുക്കിൽ തന്നെ ആയിരുന്നു. നമ്മൾ ഒരു നായകനുപരി അവന്റെ ഉള്ളിലൊരു ആ ഒരു നെഗറ്റീവ് ഷെയ്ഡൂടെ നമ്മളത് കണ്ടു. പിന്നെ പ്രായം കറക്റ്റ് ആയിരുന്നു, നമ്മൾ ഉദ്ദേശിച്ച പ്രായം കറക്റ്റ് ആയിരുന്നു. അങ്ങനെ വേറൊരു ആർട്ടിസ്റ്റുകളെ നമ്മൾ ഇങ്ങനെ ആ ഒരു രൂപത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പുതിയ കുറെ ആൾക്കാരെ പരീക്ഷിക്കുകയൊക്കെ ചെയ്തു. കാസ്റ്റിംഗ് നമുക്ക് കറക്റ്റ് ആയിട്ട് അജാസിനെ കിട്ടിയെന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. അതിന് നമുക്കൊരു മൂവിയിൽ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും കാസ്റ്റിംഗ് കറക്റ്റ് ആണ്. ഇപ്പൊ ചേച്ചിയാണെങ്കിലും പൊതുവെ വില്ലൻ ക്യാരക്ടേഴ്സ് ആണല്ലോ ചെയ്തേക്കുന്നത് സീരിയലൊക്കെ നോക്കുമ്പോ. ഈ സിനിമയിൽ എങ്ങനെ പാവം? ഇതില് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഇമോഷണൽ സീൻസ് ഉണ്ട്. ചേട്ടന്റെ വൈഫ് ക്യാരക്ടർ, അതായത് ഹീറോയിന്റെ മദർ ക്യാരക്ടർ, അങ്ങനെ കുറച്ച് നല്ല സീൻസ് ഉണ്ട്. ഒരു പക്ക ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലി, ഒരു വീട്ടമ്മ, മകൾക്ക് വേണ്ടിയിട്ടും കുടുംബം നന്നായി പോണം, പള്ളി കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ. ആ സ്വിച്ച് ഉണ്ടല്ലോ, ലൈക്ക് വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഒരു സ്വിച്ച് ഉണ്ടായപ്പോ ഡിഫിക്കൽട്ട് ആയിരുന്നു അതൊന്നും ചെയ്യില്ല. എനിക്ക് ഇമോഷണൽ സംഭവം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ കിട്ടാറില്ല. അത് സീരിയലിൽ അറിയാലോ, ഒരെണ്ണം ചെയ്തൊന്ന് ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു അത് തന്നെയാണ്. പിന്നെ നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ അടുത്ത കോള് വരുമ്പോഴും നമ്മൾ അയ്യോ ചേച്ചി പോസിറ്റീവ് ചിന്തിക്കില്ലേ, നെഗറ്റീവ് തന്നെ കേട്ടോ, ഇങ്ങനെ പറയും. അതിനകത്തൊരു മാറ്റം വളരെ അപൂർവമാണ്. ഒരു ടൈപ്പ്, അത് വലിയൊരു ബുദ്ധിമുട്ടുമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പൊ ഇത് പക്ഷെ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇച്ചിരി കൂടി ഇമോഷൻ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് ആഗ്രഹം.